ശ്രീധര ഇപ്പോൾ ഈ സിദ്ധരാമയ്യ അവിടെ എത്തി, കുമാരസ്വാമി എത്തി. ആദ്യഘട്ടത്തിൽ അവരുടെ അനാസ്ഥ അത് എത്രത്തോളം വലിയ വിവാദമായി അല്ലെങ്കിൽ വലിയ ദുഃഖത്തിന് ഇടവരുത്തിയെന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ മറയ്ക്കാനാണോ നേതാക്കൾ ഓരോരുത്തരായി എത്തുന്നത്? കൃത്യമായി ഒരു ആത്മാർത്ഥമായ ഒരു ഇടപെടൽ കർണാടകയുടെ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടോ ശ്രീധര? അവിടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടതുമാണ്, അറിഞ്ഞതുമാണ്. പക്ഷേ ഈ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത് അതിനൊരു വേഗത പോരാ, അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥത ഉള്ള ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ള കാര്യമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ചുമതല ഉൾപ്പെടെയുള്ള കാര്യത്തിൽ SP ക്യാമ്പ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഇന്ന് കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി അദ്ദേഹം ഈ ഉത്തര കന്നഡ ജില്ലയിലെ ഈ പ്രളയബാധിത മേഖലകൾ, മഴക്കെടുതി സംബന്ധിച്ച മേഖലകളൊക്കെ സന്ദർശിക്കുകയും അതിന്റെ ഭാഗമായി ഇവിടെ അങ്കോലയിലെ മണ്ണിടിച്ച സ്ഥലത്തുകൂടി അദ്ദേഹം എത്തുകയും ചെയ്തു. ഏതായാലും കേന്ദ്ര സേനയെ അങ്ങനെ ഇറക്കേണ്ട ആവശ്യമില്ല, മീൻസ് മറ്റ് സേനകളെ സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യമില്ല. NDRF സംവിധാനം കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ദുരന്തത്തിൽ പെട്ടവർക്ക് ഒരു സർക്കാർ സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഏതായാലും നാളെ ഉത്തര കന്നഡ ജില്ലയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏതായാലും അങ്കോലയിലും കൂടി സന്ദർശനം നടത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെ ഒരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതായാലും നേതാക്കൾ വരുമ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടെ. ഇന്നിപ്പോ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടെ മംഗൾ വൈദ്യ ഇവിടെ ക്യാമ്പ് ഈ പല തവണ ഈ സൈറ്റിലേക്ക് വന്നും പോകുന്നതൊക്കെ കണ്ടിരുന്നു. ഏതായാലും അദ്ദേഹവും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ഥലം. MLAയും ഇവിടെ ക്യാമ്പ് ചെയ്ത് പലപ്പോഴായിട്ട് ഇവിടെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി ഈ സ്ഥലത്ത് തന്നെയുണ്ട്. നിലവിൽ ഏതായാലും ആ പ്രദേശത്ത് പോയപ്പോൾ രക്ഷാപ്രവർത്തനം എത്ര ദുഷ്കരമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ബോധ്യം വന്നതാണ്. എന്നാൽ പോലും ഈ കുടുംബം ആരോപിക്കുന്നത് ഈ പലപ്പോഴും, അതായത് ഈ ദുരന്ത നിവാരണ രംഗത്തൊക്കെ പ്രവർത്തിച്ച് വളരെയധികം പരിചയമുള്ള രഞ്ജിത്ത് പോലുള്ള ആളുകൾ അവിടെ വന്നപ്പോൾ പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും രഞ്ജിത്ത് ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് റഡാറിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഈ റഡാർ ഉപയോഗിച്ച് ആ ഭാഗത്ത് പരിശോധന നടത്തുന്നതിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തിരികെ വരാം. രാഹുൽ കൂടി തുടരുന്നു.